2026 വർഷത്തെ സാമാന്യ ഫലമാണിവിടെ പറയുന്നത്. ഒരു വർഷക്കാലത്തോളം വ്യാഴം, ശനി, രാഹു, കേതു എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് നോക്കിയാണ് സാമാന്യ ഫലപ്രവചനം നടത്തുക. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം. ഇവർ പരിശ്രമത്തോടെ പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ധനനഷ്ടത്തിന് ഇടവരുമെങ്കിലും ശരിയായ തീരുമാനമെടുത്ത് തക്ക സമയത്ത് ചെയ്യുന്ന പ്രവർത്തികൾ നല്ല ഫലം തരും. കുടുംബ പ്രശ്നങ്ങളെ നയപരമായി പരിഹരിക്കണം. കൂടെ നിൽക്കുന്നവരിൽ നിന്നും ചതി പറ്റാതെ നോക്കുക. ദൈവിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പഠനത്തിൽ ശോഭിക്കാനും സ്വദേശത്തായാലും വിദേശത്തായാലും ജോലിക്ക് പലതരം പ്രശ്നങ്ങൾ, അർഹതപ്പെട്ട ധനം കിട്ടാതെ വരിക, ബന്ധുവിരോധം, ശിക്ഷണ നടപടികൾ, അപവാദം തുടങ്ങിയ ദോഷങ്ങളെ തരണം ചെയ്യാൻ കഴിയും. ഇടവക്കൂറ് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം കാൽഭാഗം. വ്യക്തിപരമായി പല നേട്ടങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണിത്. കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും സൈന്യം, പോലീസ് ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അഭിവൃദ്ധി കൊണ്ട് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കും. വിവാഹ വിഷയത്തിൽ വളരെ പെട്ടെന്നുള്ള സാധ്യതകൾ കാണുന്നു. കുടുംബാന്തരീക്ഷത്തിൽ ആദ്യ പകുതിക്കു ശേഷം സ്വൽപ്പം അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ അനുഭവപ്പെടും. എങ്കിലും ഈശ്വര അനുഗ്രഹത്താൽ കുടുംബ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കും. മിഥുനക്കൂർ മകീരം അരഭാഗം, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. വർഷത്തിൻ്റെ ആദ്യ പകുതി എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രത വേണം. ആദ്യ പകുതിക്ക് ശേഷം അനുഭവിച്ചു വരുന്ന ദോഷങ്ങൾക്ക് ശമനം വരുന്നതും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. തൊഴിൽ, സാമ്പത്തിക രംഗം ഇവ മെച്ചപ്പെട്ടു വരുന്നതിനും വിവാഹം, സർക്കാർ ജോലി ഇവ പ്രതീക്ഷിക്കുന്നവർക്ക് അവ ലഭിക്കുകയും പല പ്രകാരത്തിലുള്ള സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടിയുള്ള ശ്രമം ഫലവത്തായി തീരുകയും ചെയ്യും. ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണ്. കർക്കിടകക്കൂർ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം. അല്പം ആരോഗ്യ പ്രശ്നങ്ങളും മനക്ലേശങ്ങളും അലട്ടുന്നതാണ്. കാര്യങ്ങളോട് വിമുഖത കാണിക്കും. അല്പം മടിയും ഉണ്ടാകാം. ഈ സമയം പ്രതിവിധി പ്രാർത്ഥനകളാൽ കാര്യങ്ങൾ ഏകദേശം ഗുണത്താൽ വർത്തിക്കും. ദൈവിക വിശ്വാസത്തിലൂടെ കാര്യങ്ങൾ സഫലീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നന്നായി ശ്രദ്ധിച്ചു ചെയ്യുക. മോശം കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകളിൽ നിയന്ത്രണം വേണം. എല്ലാവരുമായും രമ്യതയിൽ കഴിയുക. ചിങ്ങക്കൂർ മകം, പൂരം, ഉത്രം കാൽഭാഗം. വർഷത്തിൻ്റെ ആദ്യ പകുതി ആകസ്മികമായി ലഭിക്കാവുന്ന ധനലഭ്യതയും വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കാനും സാധിക്കുന്നു. കച്ചവടം തുടങ്ങാനുള്ള അവസരം വന്നുചേരും. ആരോഗ്യം, തൊഴിൽ, കുടുംബം ഇവയെല്ലാം ഊർജ്ജസ്വലതയോടുകൂടി കാണപ്പെടും. സാമ്പത്തിക ഉന്നതിയെ പ്രാപിച്ച് പല ഇടപാടുകളും നടത്തപ്പെടും. ഭാവിയെ കരുതിയുള്ള ധനനിക്ഷേപം, ചിട്ടികൾ ഇത്തരത്തിലുള്ളവയുമായി പ്രവർത്തിക്കും. ആദ്യ പകുതിക്ക് ശേഷം സൗഭാഗ്യങ്ങൾക്ക് അല്പം കുറവ് വരും. ജീവിതശൈലി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്നവർ വളരെ കരുതലോടെ ഇരിക്കുക. കഞ്ഞിക്കൂർ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര കാൽഭാഗം. വർഷത്തിൻ്റെ ആദ്യ പകുതി ചില മനോവിഷമങ്ങൾ അലട്ടും. ജോലിയിൽ കൂടുതൽ ശ്രദ്ധ വേണം. മേലുദ്യോഗസ്ഥരുമായി പിണക്കം വരാതെ നോക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ചില വാക്തർക്കങ്ങളോ പിണക്കങ്ങളോ ഉണ്ടാവാതെയും നോക്കുക. ആദ്യ പകുതിക്ക് ശേഷം ഗുണങ്ങളുടെ ലഭ്യത കണ്ടു തുടങ്ങും. തൊഴിൽ രംഗത്ത് ഉയർച്ചയും പലവിധേന സാമ്പത്തിക വളർച്ച കൈവരിക്കാനും വിവാഹങ്ങൾ നടക്കാനും സാധിക്കും.
സന്താനങ്ങൾക്ക് ആഗ്രഹിച്ചിരിക്കുന്ന ജോലി ലഭിക്കാനും ഗൃഹനിർമ്മാണത്തിനും സാധിക്കുന്നതാണ്. തുലാക്കൂർ ചിത്തിര അരഭാഗം, ചോതി വിശാഖം മുക്കാൽ ഭാഗം. വർഷത്തിൻ്റെ ആദ്യ പകുതി പലതരത്തിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ഉദ്യോഗം, വിദ്യ, കർമ്മം, ബിസിനസ് എന്നിവയിൽ ഉന്നതിയുണ്ടാകും. വിദേശവാസത്തിന് യോഗം കാണുന്നു. ബിസിനസ് വിപുലീകരിക്കാനും പുതിയ ഇടപാടുകൾ എന്നിവയ്ക്കും അനുകൂലമാണ്. ആദ്യ പകുതിക്ക് ശേഷം എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസമുണ്ടാകും. വിദ്യാർത്ഥികളിൽ അലസതയുണ്ടാകും. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. വൃശ്ചികക്കൂർ വിശാഖം കാൽഭാഗം, അനിഴം തൃക്കേട്ട. വർഷത്തിൻ്റെ ആദ്യ പകുതി ചെറിയ സംഘർഷങ്ങളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചു വേണം നീങ്ങാൻ. ആദ്യ പകുതിക്ക് ശേഷം ക്രമേണ കാര്യങ്ങൾ വരുതിക്കുള്ളിലാക്കാൻ സാധിക്കും. നിയമനങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് അവസരമുണ്ടാകാം. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും. മാംഗല്യയോഗവും കാണുന്നു. ജോലിയിൽ ഉയർച്ച കാണുന്നു. പുതിയ ഗൃഹം സ്വന്തമാക്കാൻ സാധിക്കും. തടസ്സപ്പെട്ട് കിടന്ന വിദേശയാത്ര സഫലീകൃതമാകും. ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം. വർഷത്തിൻ്റെ ആദ്യ പകുതി ഗുണമാണ്. ആഗ്രഹത്തിനൊത്ത് ഏകദേശം ചലിക്കാൻ സാധിക്കും. വിവാഹം, വാഹനം, ഉപരിപഠനം ഇവയെല്ലാം സാധൂകരിക്കപ്പെടും. പ്രണയസാഫല്യം ഉണ്ടാകും. വർഷപകുതിക്ക് ശേഷം തൊഴിൽ രംഗത്ത് നല്ല രീതിയിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഉണ്ടാവാൻ സാധ്യത. അമിതമായ ആഡംബര ഭ്രമം ഉപേക്ഷിക്കുക. ആത്മീയത കൊണ്ട് ഈ സമയത്തെ അതിജീവിച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവാതെ വർത്തിക്കാൻ കഴിയും. മകരക്കൂറ് ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം അരഭാഗം. ആദ്യ പകുതി ഏകദേശം നല്ല അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുമെങ്കിലും ദേഷ്യം, അഹങ്കാരം ഇവ വരാതെ നോക്കുക. ആർഭാടം കുറക്കുക. ആരോഗ്യം ശ്രദ്ധ വേണം. ചതിയിൽപ്പെടാതെ നോക്കുക. അസൂയാലുക്കളിൽ നിന്നും ഏഷണിയുണ്ടാവും. ആദ്യ പകുതിക്ക് ശേഷം വളരെ നല്ല സമയമായിരിക്കും. തനിക്ക് അനുകൂലമായ പല ഗുണങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും കുടുംബ ഉന്നതിയും ആഗ്രഹപ്രകാരമുള്ള വിവാഹവും ഉണ്ടാകും. വിദേശ പര്യടനം, കൃഷിയിൽ ഉന്നതി, നടക്കാൻ സാധിക്കാത്ത കാര്യങ്ങളുടെ സാക്ഷാത്കാരം, അപ്രതീക്ഷിത സ്ഥാനലബ്ധി, സാമ്പത്തിക ഉന്നതി എന്നിവ ഉണ്ടാകും. കുംഭക്കൂറ് അവിട്ടം അരഭാഗം, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. വർഷത്തിൻ്റെ ആദ്യ പകുതി വളരെ ഗുണപ്രദമായിരിക്കും. പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നവർക്കും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും അത് ലഭിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് പ്രതീക്ഷയ്ക്കൊത്ത് വളർച്ച നേടാൻ സാധിക്കും. ഈ സമയം തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും. ആദ്യ പകുതിക്ക് ശേഷം കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുക. പല രംഗത്തും വിജയപ്രതീക്ഷകൾ ഉണ്ടാകുമെങ്കിലും വ്യക്തിപരമായി പല പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടതായി വരും. പ്രശ്നങ്ങളെ നയപരമായി പരിഹരിക്കുക. ദൈവികപ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. മീനക്കൂറ് പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി. ആദ്യ പകുതി പ്രതീക്ഷയ്ക്കൊത്ത് വളർച്ച നേടാൻ സാധിച്ചെന്ന് വരില്ല. വാഹനം ഉപയോഗിക്കുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധിച്ച് നീങ്ങുക. ശേഷം അനുഭവിച്ചു വരുന്ന വിഷമങ്ങൾ അകലുകയും ഏറ്റവും അനുകൂല സമയം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഉചിതമായ വിവാഹലബ്ധി, പ്രണയസാഫല്യം, സൽസന്താനഭാഗ്യം, ഉപരിപഠന വിജയം,
സന്താനങ്ങൾക്കുയർച്ച, ഗൃഹനിർമ്മാണം, നല്ല വസ്തുക്കൾ കൈവശം വന്നു ചേരുന്നതിനും എല്ലാവിധത്തിലുള്ള ഐശ്വര്യലബ്ധിക്കും സാധിക്കുന്നതാണ്.